നമസ്കാരം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുക: അല്ലയോ ദൈവമേ, ഈ ദിവസം, ഈ പ്രഭാതം എനിക്ക് കണി കണ്ടുണരാൻ അങ്ങ് സഹായിച്ചതിന് അവിടത്തേക്ക് നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആരോഗ്യത്തിനും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മനസ്സിപ്പോൾ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിലേക്ക് പോസിറ്റിവിറ്റി, ഭഗവാന്റെ ഡിവൈനായിട്ടുള്ള പോസിറ്റിവിറ്റി നിറയണമേ. പിന്നെ എനിക്ക് സമ്പത്ത് വേണം. നിങ്ങൾ അറിയുക, ഇപ്പോൾ നിങ്ങൾക്കൊരു സാലറി കിട്ടാൻ പോവുകയാണെങ്കിൽ ആ സാലറി കിട്ടിയതായിട്ട് നിങ്ങൾ അറിയുക. ഇങ്ങനെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിലേക്ക് ധനം വരുന്നതായിട്ട്, മഹാലക്ഷ്മി അല്ലെങ്കിൽ ഏതെങ്കിലും ദേവതയുടെ കയ്യിൽ നിന്നും പണം വരുന്നതായിട്ട് സങ്കല്പിക്കുക. ആ പണത്തെ കൈയോട് ചേർത്ത്, നെഞ്ചോട് ചേർത്ത് പിടിക്കുക. അതുപോലെ തന്നെ വിദ്യയില്ലാതെ ഈ ലോകത്ത് നമുക്കൊന്നും സാധ്യമല്ല. വിദ്യ നമ്മളിലേക്ക് വരട്ടെ, അജ്ഞാനം മാറ്റി ജ്ഞാനം ഞങ്ങളിലേക്ക് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദോഷങ്ങളും നമ്മളെ മാറിപ്പോകട്ടെ. നമ്മുടെ മനസ്സിനകത്തുള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറി പോസിറ്റിവിറ്റി നിറയട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും ഈ നന്നായി വാഴട്ടെ. അവർക്കെല്ലാവർക്കും സുഖം ലഭിക്കട്ടെ. ലോകത്തിൽ ശാന്തതയും പരമാനന്ദവും വിളയാടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനൊപ്പം തന്നെ അതേ എനർജി നിങ്ങളിലേക്ക് വരികയാണ്. നമ്മൾ പറഞ്ഞതുപോലെ, ന്യൂട്ടൺസ് തേർഡ് ലോ പറഞ്ഞതുപോലെ, എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം മുകളിലേക്ക് പോയി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പോസിറ്റിവിറ്റിയുള്ള കാര്യങ്ങൾ രാവിലെ പറയേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് എന്നെ ദോഷങ്ങളിൽ നിന്ന് മാറ്റണമേ എന്നല്ല, എനിക്ക് സുഖകരമായ ഒരു ജീവിതം നൽകണമേ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സുഖകരമായൊരു ജീവിതം നൽകണമേ, ലോകത്തെ എല്ലാവർക്കും നന്മ നൽകണമേ. നോക്കൂ, ലോകത്തെ എല്ലാവർക്കും നന്മ നൽകണമേ എന്ന പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ലോകത്തെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്വാർത്ഥത എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളിൽ നിന്നും മാറിപ്പോവുകയാണ്. നിസ്വാർത്ഥമായ ആ പ്രാർത്ഥന ദൈവം എന്തായാലും കേൾക്കും. അതുകൊണ്ട് നിസ്വാർത്ഥമായി പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ശത്രുക്കളാണെങ്കിൽ പോലും അവർക്ക് തിന്മ വരരുത്, അവർക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ നന്മ കൂടി നിങ്ങളിലേക്കാണ് വന്നു ചേരുക. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ ദേഷ്യം വരരുത്. കഴിയുന്നതും വന്ന ദേഷ്യം ഞാൻ അടക്കി അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ അവിടുന്ന് അനുവദിക്കണമേ. എൻ്റെ കടം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത്. സമ്പത്തുണ്ടാകണമേ, സമ്പത്ത് ഉള്ളിലേക്ക് വരയണമേ. സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കോടികളോ അല്ലെങ്കിൽ മില്യൺസോ ബില്യൺസോ അല്ല. എനിക്കാവശ്യമുള്ള സമ്പത്ത് നൽകണമേ. ബൈബിളിൽ പറയുന്നത് പോലെ എനിക്ക് അന്നത്തെ ആഹാരം നൽകണമേ. മനസ്സിൽ ശാന്തതയുണ്ടാകണമേ. സ്വർഗത്തിലെ പോലെ സമാധാനം ഭൂമിയിലും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകണമേ. എന്നെ പരീക്ഷണങ്ങളിൽ അകപ്പെടുത്താതെ അവിടുന്ന് കാത്തു രക്ഷിക്കണമേ. ശിഷ്ടരായ ജനങ്ങളിലേക്ക് എന്നെ എത്തിക്കണമേ. അവിടെ നിങ്ങൾ പറയരുത്, ദുഷ്ടന്മാരിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറയരുത്. ശിഷ്ടരായ ജനങ്ങൾ എനിക്ക് കൂട്ടുകാരായി വരയണമേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരയണമേ എന്ന് വേണം പറയാൻ. ദുഷ്ടത എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി വന്നു. അതുകൊണ്ട് തന്നെ ശിഷ്ടരായ ജനങ്ങൾ എൻ്റെ കൂട്ടുകാരായും എൻ്റെ ബന്ധുക്കളായും വരയണമേ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സമാധാനപൂർവമായ പ്രകൃതി രമണീയമായ ഒരു അനുഭൂതി എനിക്കുണ്ടാകണമേ. നിങ്ങൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പൂങ്കാവനങ്ങളും അതുപോലെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആ സമയം നിങ്ങൾ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, എണീറ്റില്ല ഇതുവരെ. അത് ചെയ്യണമേ. അതുപോലെ തന്നെ എൻ്റെ അജ്ഞാത പൂർവികർക്ക്, അതായത് എൻ്റെ അച്ഛനും മരിച്ചുപോയ ആൾക്കാർ, അതായത് എനിക്കറിയാവുന്നതും അറിയാത്തതുമായ എൻ്റെ പൂർവികർക്ക്, അവർക്ക് നന്മയുള്ള ഒരു സ്വർഗജീവിതം നൽകണമേ. അവർ പുണ്യത്തിലേക്ക്, മോക്ഷത്തിലേക്ക് എത്തണമേ എന്ന് വേണം പറയാൻ. അവർ ചെയ്ത സമസ്താപരാധം പുറത്തുകൊണ്ട് അവരെ ഞാനും എൻ്റെ ബന്ധുക്കളും എൻ്റെ അജ്ഞാത പൂർവികരും ചെയ്ത സമസ്താപരാധം പുറത്തുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആത്മാവും വരും കാലങ്ങളിൽ, അതായത് എൻ്റെ അവസാന കാലത്തും മോക്ഷപ്രാപ്തിയിലേക്ക് എത്താനായിട്ട് സഹായിക്കണമേ. പരമമായ ശക്തിയെ ഞാൻ ആരാധിക്കുന്നു.
ആ ശക്തിക്ക് ഞാൻ എന്ത് വിളിക്കണം എന്നെനിക്കറിയില്ലെങ്കിൽ പോലും ഞാനത് പരമശക്തി, പരമാത്മാവ്, പരബ്രഹ്മം, അള്ളാഹു ഇങ്ങനെയുള്ള പേരുകളിൽ ഞാൻ വിളിക്കുന്നു. ആ ശക്തി എപ്പോഴും കൂട്ടായിരിക്കണമേ. അതിൻ്റെ പ്രകാശം എന്നിലേക്ക് ഒഴുകണമേ, എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകണമേ. ആ പ്രകാശം ഈ ലോകം മുഴുവൻ വ്യാപിച്ച് ലോകത്തിലെ നന്മയും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കൂ. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം. നോക്കൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽ ബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ.